ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ പാതിരാത്രിയിൽ ആദില അനുമോളുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ചെന്ന ഒരു വിഷ്വൽസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്കത് പിന്നെ ഏഷ്യാനെറ്റിൽ പ്രമോ വന്നതാണ് കേട്ടോ, കൂട്ടുകൂടാൻ ചെല്ലുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആദിലയുമായിട്ട് അനുമോൾ പിണങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശൈത്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾ കട്ട് ചെയ്തതിന് ശേഷം ശൈത്യമായിട്ട് കൂടണമെന്നും പറഞ്ഞ് ആദില ചെന്നു. അതിനുശേഷം ആദില അവരുടെ പാവാടവള്ളി ഗ്രൂപ്പിൻ്റെ ഗ്യാങ്ങിൽ പെട്ടു. അവിടെ ഇരുന്നിട്ട് അനുമോളെ വീണ്ടും കുറ്റവും കുറവൊക്കെ പറഞ്ഞു. അതുമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു പ്രശ്നം മാരിനും ഗിസലുമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് അനുമോളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. പക്ഷേ എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് വേഗം ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അനുമോളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പരാമർശിക്കുന്ന ഒരു ആദിലയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ആദില അനുമോളുമായിട്ട് കൂടിയിട്ടേ ഇല്ല, എപ്പോഴും ആ ഗ്യാങ്ങിൽ പോയിരുന്നു. പക്ഷേ അപ്പാനി പോയതിന് ശേഷം അപ്പാനി വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്പാനി പുറത്ത് പോയതിന് ശേഷം ആദിലയ്ക്ക് മനസ്സിലായി അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് പുറത്ത് അവർ വിചാരിക്കുന്ന അത്ര നെഗറ്റീവ് ഒന്നുമില്ല. അപ്പാനി പോയത് അത് ഒരു റീസൺ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അപ്പാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ ഗ്രൂപ്പിൻ്റെ ഗ്യാങ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൊട്ടി പാളിച്ചായി പോയ രീതിയിലാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഫോം ചെയ്യുന്നുണ്ടെങ്കിലും പഴയ കണക്കുള്ള ഒരു ഗ്രൂപ്പ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പില്ല. ആര്യൻ, ജിസേൽ, റെന ഫാത്തിമ, ബിന്നി, അക്ബർ, പിന്നെ അവിടെ ഇവിടെയൊക്കെ വന്ന് ഷാനവാസും ഒന്നിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഗ്രൂപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കുഴപ്പമാവുമെന്ന് അക്ബറിന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അക്ബർ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ചൊന്ന് മാറിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്, പല സ്ഥലത്തായിട്ടാണ്. മറ്റേത് അപ്പാനിയുമായിട്ട് എപ്പോഴും അക്ബർ ഇരിക്കുമായിരുന്നു. അപ്പാനി പോയി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അക്ബറിൻ്റെ ഒരു കളി, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ ഉള്ള കളിയൊക്കെ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം അത് മനസ്സിലാക്കി ആദിലയും നൂറയും കൂടി പ്ലാൻ ചെയ്താണ് എങ്ങനെയെങ്കിലും അനുമോളുമായിട്ട് കൂട്ടുകൂടുക. ഇന്നലെ അഖിൽമാരും അതുപോലെ തന്നെ സെറീന, അഭിഷേക് ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊരു കാര്യം മനസ്സിലായി, അനുമോൾക്ക് പറയത്തക്ക ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പുറത്തില്ല. അപ്പോൾ എന്തോ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ലാലേട്ടനെ വിശ്വസിക്കാൻ വയ്യ, ബിഗ് ബോസിനെ വിശ്വസിക്കാൻ വയ്യ, അനുമോളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. പക്ഷേ എന്തായാലും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അനുമോളുമായിട്ട് കൂട്ടുകൂടാമെന്ന് ആദില തീരുമാനിച്ചു, ആദിലയും നൂറയും കൂടി തീരുമാനിച്ചതിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു കൂട്ടുകൂടൽ മഹാമഹം നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാത്രി സർക്കസിൻ്റെ ആ ഒരു പരിപാടി ഇന്നലെ അനുമോൾക്ക് ആടായിരുന്നു സർക്കസിന് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ലൈവ് അപ്ഡേറ്റ്സ് ഞാൻ ഇടാം. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി രാത്രിയായിരുന്നു, 12:30-1 മണി കഴിഞ്ഞ്, അല്ല 2 മണിയൊക്കെ ആയി തോന്നുന്നു, 2 മണിയൊക്കെ ആയ സമയത്തായിരിക്കും. കാരണം ഞാൻ 1 മണി വരെ ഇവിടുന്ന് ലൈവ് കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോയത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അനുമോൾ കുളിക്കാൻ പോയ സമയത്ത് ആദില ചെന്നിട്ട് ഒരുമിച്ച് കുളിക്കാമെന്ന് പറഞ്ഞ് ജിഷിനാണ് ഇവരെ കോംപ്രമൈസ് ചെയ്യിക്കാൻ ചെല്ലുന്നത്. പ്രവീൺ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുമിച്ച് ബാത്റൂമിൽ കുളിക്കാനായിട്ട് കുളിക്കാമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ അനുമോളെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം, ഞാൻ കുളിക്കട്ടെ, എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ ആദില വിടാൻ തയ്യാറല്ല. അപ്പോൾ ആദില നീ പിണങ്ങാതെ, നീ എന്നോട് മിണ്ട് എന്നും പറഞ്ഞിട്ട് ഇനി മുഖത്തൊക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കോംപ്രമൈസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. മാക്സിമം അനുമോൾ പിന്മാറുന്നു. അനുമോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അനുമോൾക്ക് ഇനി അറിയാം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെ പോട്ടെ, അത്യാവശ്യം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മിണ്ടു, അത്രയൊക്കെ മതി. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് പോയാലും ലാസ്റ്റ് ഇത് വേറെ പ്രശ്നത്തിലേക്ക് കലാശിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നതാണ്. കാരണം ഇങ്ങനെ തന്നെ പോയാലാണ് അതിന് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, നീ സ്ട്രോങ് ആണോ? നീ സ്ട്രോങ് അല്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ സ്ട്രോങ് ആണ്. അപ്പോൾ എന്നെ പറഞ്ഞു നീ ഉറങ്ങുമ്പോഴായിരിക്കും സ്ട്രോങ്. ഞാൻ ഉറങ്ങുമ്പോഴല്ല, അല്ലാതെ തന്നെ ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചു, പലവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പലവരും എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അനുമോളോട് പറയുന്നുണ്ട്. അനുമോളുടെ കണ്ണീര് ഇടയ്ക്കിടയ്ക്ക് ഒഴുകുന്നുണ്ട്. അത് ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്നുണ്ട്. അപ്പം നീന്നും പറഞ്ഞിട്ടൊക്കെ കയ്യെ പിടിച്ച് വലിച്ചു കൊണ്ട് പോവുകയാണ് കുളിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാക്സിമം ഒരുപാട് നേരം, കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരുമിച്ച് പിടിച്ച് തരത്തിരുന്ന് ജിഷ്ണു ചേട്ടാ ഞങ്ങളൊന്നായി എന്നൊക്കെ പറഞ്ഞ് ആദില വിളിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദില വിളിച്ച് പോകുമ്പോൾ ജിഷ്ണു ഒന്നായോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോള് അതിലുമായിട്ട് കൂടാൻ തയ്യാറല്ല, ഒരു തരത്തിലും ഇനി കൂടാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് അനുമോളിൻ്റെ ആ ഒരു ഭാവം കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുമോളും അതിലേയും കൂട്ടാവുമോ എന്നൊക്കെ നോക്കാം. പക്ഷേ രാവിലെ ലൈവിൽ കണ്ടപ്പോൾ ഇവർ കൂട്ടായ ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം അനുമോൾ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലൈവിൽ ഇരിപ്പുണ്ട്. ഇന്നത്തെ ടാസ്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആദിലയും നൂറയും അവിടെ മേക്കപ്പ് റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്നു. റെനയും ഫാത്തിമയും ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുള്ള ആ ഒരു കോൺവെർസേഷൻ ഞാൻ ലൈവിൽ ഒരുമിച്ച് പറയാം. എന്തായാലും ലൈവ് അപ്ഡേഷൻ ഞാൻ തരാം.
അപ്പോൾ എന്തായാലും ബാത്റൂം ഏരിയയിലുള്ള ഈ ഒരു കോൺവെർസേഷനിൽ ഫലം കണ്ടോ അനുരഞ്ജനമായോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. കാരണം അനുരഞ്ജനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ രാവിലെ അനുമോളുടെ ആ ഒരു പ്രകൃതം കണ്ടിട്ട് അനുരഞ്ജനം, കാരണം അനുമോൾ അത് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറല്ല. കാരണം അത്രമാത്രം ഇൻസൾട്ടിങ് ആ ഒരു സമയം. കാരണം തകർന്ന് തരിപ്പണമായി നമ്മളെല്ലാം ഇപ്പം അനുമോൾ കരഞ്ഞ് ഒഴുകി ഇപ്പോൾ പ്രശ്നമാവും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് ഞാൻ കണ്ടു ലാലേട്ടാ എന്ന് പറയുവാണ്. ആ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് ലാലേട്ടൻ അങ്ങോട്ട് പോയി. ആ ഒരു സമയത്ത് ലാലേട്ടൻ ബ്രേക്ക് എടുത്ത സമയത്താണ് ആദില ഇത്തരത്തിലുള്ളൊരു വർത്തമാനം പറഞ്ഞത്. നമുക്കൊക്കെ ഭയങ്കര പട്ടി ഷോ പോലൊരു ഷോ ഓഫ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അനുമോളെ ബാധിച്ചു. പിന്നെ അനുമോൾ ഒരു തരത്തിലും അങ്ങോട്ട് നോക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല. ഇന്നലെ മെനഞ്ഞാന്ന് പാതിരാത്രിയിലും അനുമോൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റുമോ ഇനി എനിക്കറിയില്ല, എൻ്റെ അച്ഛന് പുറത്ത് അച്ഛൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ ഓണം വിഷു കൊടുത്തപ്പോൾ അച്ഛൻ്റെ മുഖം വാടിയിരിക്കുന്നു. അപ്പോൾ അത് അനുമോളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ അഖിൽമാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അഭിഷേകൊക്കെ വന്നു കഴിഞ്ഞപ്പം അനുമോളോടുള്ള അവരുടെ ഒരു സമീപനം, അവരുടെ ഒരു സ്നേഹം കണ്ടപ്പോൾ അനുമോൾക്ക് ഒരു സമാധാനമായിട്ടുണ്ട്. ഇന്നലത്തിന് ശേഷം അവർ വന്നതിന് ശേഷമാണ് അനുമോൾ ഒന്ന് പോസിറ്റീവ് ആയത്. അതുവരെ അനുമോൾ ഒരുപാട് മേങ്ങാസ ഇരിക്കുമായിരുന്നു. പിന്നെ സ്ക്രീൻ സ്പേസ് ഒരുപാട് മിണ്ടണ്ട എന്ന് വിചാരിച്ചാൽ അനുമോൾ മനഃപൂർവ്വം മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ലൈവിൽ ഒരു കണ്ടൻറ് ഉണ്ടായിരുന്നില്ല. അനുമോൾ എന്തെങ്കിലുമൊക്കെ ഈ കുസൃതിയും ഫണ്ണും ഒക്കെ കാണിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടൻ്റ് ആയിട്ട് കിട്ടണം. പക്ഷേ അതും ഇന്നലെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്നലെ ശോകമായിരുന്നല്ലോ, ചെരുപ്പ് കുത്തികളും ചെരുപ്പും ഫുള്ള് ശോകം. പിന്നെ രാത്രി ആയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അനുമോൾ സർക്കസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഇടാം. ഇത്രയൊക്കെയാണ് ഇന്നിപ്പം ആ ഒരു പ്രൊമോയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അനുമോളും ആദിലയും കൂടിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ജിഷിന് ഇടയ്ക്ക് സംസാരിച്ച് പ്രവീൺ അവിടെ നോക്കിയിരിപ്പുണ്ട്. ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് വിളിച്ച് കയറ്റുവാണ്. അപ്പം അനുമോൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം, ആദില ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്നും പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്ന ഒരു അനുമോളെയും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും രണ്ടുപേരും കൂടാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. പഴയതുപോലെ കൂടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം എന്തായാലും അനുമോൾ അടുത്ത് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട്. ആര്യനും ജിസയിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാരണം അവർക്കെല്ലാം മനസ്സിലായി, ഇന്നലെ അവർ വന്നപ്പോൾ തന്നെ മനസ്സിലായി. എല്ലാവരും അനുമോളോട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള